ടിടിമാർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് റെയിൽവേ പോലീസ്. കഞ്ചാവുമായി യാത്ര ചെയ്തതിനാണ് നിലവിൽ പ്രതികളെ RPFന് കൈമാറിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ടിടിമാർക്കെതിരായിട്ട് അക്രമം ഉണ്ടായി എന്നുള്ളതായിരുന്നു രാവിലെ ഉയർന്ന ആരോപണം. എന്നാൽ ഇത് കേരള റെയിൽവേ പോലീസ് നിഷേധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് RPFന്റെ ഭാഗത്തു നിന്നോ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു പരാതി പോലും കേരള റെയിൽവേ പോലീസിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ട്രെയിനിൽ കഞ്ചാവുമായി യാത്ര ചെയ്ത 2 പ്രതികളെ റെയിൽവേ പോലീസ് കേരള റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയും അറസ്റ്റിലേക്ക് നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. ഈ 2 പ്രതികളും ട്രെയിനിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ട റെയിൽവേ ഉദ്യോഗസ്ഥർ, ടിടിമാർ ഉൾപ്പെടെയുള്ളവർ ഇവരെ പോലീസിനെ കൈമാറുകയായിരുന്നു. അവരെയാണ് ഇപ്പോൾ സൗത്ത് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഡ്യൂട്ടിക്കിടയിൽ അതിക്രമത്തിനിരയായി എന്നുള്ള പരാതി ലഭിച്ചിട്ടില്ല. അത്തരം ഒരു പരാതി ലഭിച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.